വാർത്തകൾ തുടരുന്നു. പെരിഞ്ഞനം ബീച്ച് റോഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എടശ്ശേരി ഗംഗാധരൻ അനുസ്മരണവും നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പുസ്തക വിതരണവും നടത്തി. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വായനശാലകൾ എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. പണ്ടത്തെ പോലെ വായനശാലകളിലേക്ക് ആളുകൾ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതുപോലെ ഇന്ന് ആളുകൾ വായനശാലയിലേക്ക് പുസ്തകം വാങ്ങാനും ഒന്നും ആളുകൾ വരുന്നില്ലെങ്കിൽ പോലും വായനശാലകൾ ഇപ്പോഴും നമ്മുടെ തീരപ്രദേശങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. അങ്ങനെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വായനശാലകളുടെ എല്ലാം പിന്നിൽ കുറേയേറെ നല്ല നിലയിൽ ചിന്തിക്കുന്ന, നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാരുടെ ഊർജ്ജസ്വലമായ നേതൃത്വമുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ വായനശാലകൾ വളരെ സജീവമാണ്. ഈ വായനശാലകൾ ആ പ്രദേശത്തിന്റെ ഒരു സാംസ്കാരിക മുഖത്തെ സംരക്ഷിച്ചു നിർത്തുന്ന കേന്ദ്രങ്ങളാണ്. ഒരു വായനശാലയും അതിന് അനുബന്ധമായ പരിപാടികളുമൊക്കെയുള്ള പ്രദേശങ്ങളും ഒരു വായനശാലയും ഇല്ലാത്ത പ്രദേശങ്ങളും തമ്മിൽ വളരെ പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ PB താജുദ്ദീൻ, വിനിത മോഹൻദാസ്, ഹഫ്സ ഉഫൂർ, SM ജീവൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാല കൗൺസിൽ മുൻ സംസ്ഥാന ഭാരവാഹിയായിരുന്ന KC പരമേശ്വരനെ ചടങ്ങിൽ ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഏറ്റവും കൂടുതൽ മാർക്ക് നസ്രിയ. കാക്കാതിരുത്തി ഗ്രാമ്യ സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നോട്ട് പുസ്തക വിതരണവും നിമ്മിമോൾ മെമ്മോറിയൽ SSLC അവാർഡ് വിതരണവും നടത്തി. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അവരെ നമ്മളിങ്ങനെ ഒരു ലൈബ്രറിയിൽ വെച്ച് ആദരിക്കുന്നതിന്റെ കാരണം ഒരു കാര്യമാണ്, കുട്ടികൾ പഠനത്തിൽ നല്ല മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് പ്രോത്സാഹനം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള പ്രചോദനം എന്ന നിലയിൽ കൂടിയാണ് അവരെ ആദരിക്കുന്നത്. മറ്റൊരു കാര്യം, ഉന്നത വിജയം നേടുമ്പോൾ നമ്മുടെ നാട്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നാട്ടിലെ സാധാരണക്കാരുടെ വിഷയങ്ങളെല്ലാം നമ്മുടെ ഈ മക്കളെല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്തം പോലെ കൂടിയാണ് അവരെ ഓർമ്മിപ്പിക്കാൻ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ PSC പരീക്ഷ, ഡോക്ടർമാരുടെ PSC പരീക്ഷ 3700 ഡോക്ടർമാരാണ് പരീക്ഷ ചെയ്തത്. പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷനായി. KK നാസർ, KC പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. എടത്തിരുത്തി യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ ഗായത്രി M വെന്നിക്കലിന് സ്വീകരണം നൽകി. പ്രൊഫസർ KU അരുണൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതിന് ഉത്തരം കൊടുക്കാൻ പണ്ടൊരു നാടകമുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടു കാണും. ഇനി 7 ദിവസമുള്ളൂ നമ്മുടെ സരോജം എന്ന് പറയുന്ന കുട്ടിയുടെ കല്യാണം. ആ പാട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. 7 സുന്ദര രാത്രികൾ. ആ പാട്ടൊക്കെ പാടി ഇനി 7 ദിവസമുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ വന്ന് സരോജത്തിന്റെ അടക്കം രക്തം കൊണ്ടുപോയി പരിശോധിച്ചതിന് ശേഷം ഹെൽത്ത് ഇൻസ്പെക്ടർ വരിക. അപ്പൊ ഇപ്പോഴാണെങ്കിലോ 7 സുന്ദര രാത്രികൾക്കുള്ള പാട്ടൊക്കെ പാടി നാടകല്ലേ ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് ചോദിക്കുക, ആരാ ഈ വീട്ടിൽ സരോജം? അപ്പൊ ഞാനാ. എന്ത് അങ്ങനെ നോക്കി പറയാ, നിനക്ക് പുഷ്പം. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. VK രവീന്ദ്രൻ മാസ്റ്റർ, MH മുഹമ്മദ് ഇസ്മയിൽ, PS സുധീഷ്, KP പ്രവീൺ എന്നിവർ സംസാരിച്ചു.
വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കയ്പമംഗലം ഈരേക്കാട്ട് 4-ാം മേടം വിഷ്ണുമായ വീരഭദ്രസ്വാമി മഠപതി സ്ഥാനത്ത് തോറ്റംപാട്ട് ആഘോഷം നടത്തി. ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമിക്ക് രൂപക്കളം, തുടർന്ന് കളത്തിൽ എഴുന്നള്ളത്ത്, വൈകിട്ട് ദീപാരാധന, നാദസ്വര കച്ചേരി, രാത്രി വിഷ്ണുമായയ്ക്ക് കളമെഴുത്തും പാട്ടും, കുറുമ്പമുത്തിക്ക് കലശം എന്നിവ നടന്നു. രാജീവ് ശാന്തി ഈരേക്കാട്ട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട മനവലശ്ശേരി പരേതനായ ഗോവിന്ദന്റെ ഭാര്യ കമല നിര്യാതയായി. 84 വയസ്സായിരുന്നു. പരേതനായ സത്യശീലൻ, രാമകൃഷ്ണൻ, രാജു, രമണി, സുരേഷ് എന്നിവർ മക്കളും ശ്രീദേവി, ഗിരിജ, രമ, ഉണ്ണിമോൻ, സുഷി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. താഴെത്തട്ടിലുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് സഹകരണ പ്രസ്ഥാനങ്ങൾ മാറണമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ. കൊടുങ്ങല്ലൂർ എടമുക്കിൽ കാർ കത്തിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം ബീച്ച് റോഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എടശ്ശേരി ഗംഗാധരൻ അനുസ്മരണവും നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പുസ്തക വിതരണവും നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.